നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതെന്താണെന്ന് സാധനം കാണിച്ചു തന്നില്ലല്ലോ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ കാണിച്ചു തന്നിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. തലശ്ശേരിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് ഏകദേശം നല്ല ബ്രാൻഡ് സാധനമാണ്. പൈസയുണ്ട് സാധനത്തിന് കേട്ടോ. ഒരു 6 റുപ്യ 7 റുപ്യോളം വരും തോന്നുന്നു ഇതിന്. കണ്ടോ, ബൂട്ടായിരുന്നു. ഇതെല്ലാം ഇൻസ്റ്റാൾമെൻ്റായിട്ടും ഇങ്ങനെ ആയിട്ടെല്ലാം വാങ്ങിയതാണ്. ഇത് റെഡി ക്യാഷ് കൊടുത്തിട്ടാണ്, പക്ഷേ അത് വേറെ ആളുടെ നിന്ന് പൈസ തൽക്കാലം തിരിച്ചിട്ട് എനിക്ക് യാത്രക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കാരണം യൂട്യൂബിൽ അത്രയും പൈസ ഞാൻ ചിലവിട്ട് യാത്രക്കും സാധനങ്ങൾ വാങ്ങിയിട്ടും അതിൻ്റെ സ്റ്റിക്ക് വാങ്ങിയിട്ടും 17,000 റുപ്യ സ്റ്റിക്ക് വാങ്ങിയിട്ട്, ഗോപ്രോ ക്യാമറ വാങ്ങിയിട്ട്, ഇങ്ങനെ ഒത്തിരി, പിന്നെ ബുള്ളറ്റ് ഇതെല്ലാം വാങ്ങിയിട്ട് ഒത്തിരി പൈസ എല്ലാം ലോണും കാര്യങ്ങളും അങ്ങനെ ആയിട്ടാണ് ഒരാൾ താൽക്കാലികമായിട്ട് എനിക്ക് സഹായിച്ച് അവരടച്ചു തരുന്നതാണ് പുതിയ സാധനം കേട്ടോ. അവിടെ നിന്ന് യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇത് എൻ്റെ യാത്രക്ക് വേണ്ടിയിട്ട് ഞാൻ ബുദ്ധിമുട്ടി പോകരുതെന്ന് വെച്ചിട്ട് എൻ്റെ കുട്ടികൾ എനിക്ക് വാങ്ങിത്തന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമ്പം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആയതുകൊണ്ടാണ്. പിന്നെ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ചെറിയ പൈസയിലേ തരുന്നുള്ളൂ. മുമ്പിട്ടൊന്നും അങ്ങനെയല്ല. മുമ്പിട്ടെല്ലാം ഏകദേശം എനിക്ക് പൈസ തരാറുണ്ട്. 2,000 റുപ്യ 3,000 റുപ്യ 5,000 റുപ്യ ഒക്കെ തരാറുണ്ട്. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടിച്ചാളിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ പോലും പിന്നെ അവർക്ക് ഒരു വലിയ 2,500 റുപ്യ 3,000 റുപ്യ എല്ലാം നോട്ടീസിന് അതിൻ്റെ ബാക്കിൽ നടന്നിട്ടും എല്ലാം എത്രയോ ചിലവ് വരും. ഇത് യൂട്യൂബിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഇങ്ങനെയുള്ള ബ്ലോഗേഴ്സ് വന്ന് ചെയ്യുമ്പം അവർക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ക്ഷേത്ര ഗ്രൂപ്പുകളിലേക്ക്, എൻ്റെത് ഒത്തിരി ക്ഷേത്ര ഗ്രൂപ്പുകളിലേക്ക് എത്തും. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ആ ക്ഷേത്രത്തെ പറ്റി കാണാനും അറിയാനും, എന്നോട് ഈ വീഡിയോ തന്നെ കമൻറ്റ്സ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയോ പേര് പറയുന്നത്. പിന്നെ ഒത്തിരി പിന്നെ ഗുജി കാരണം നമ്മൾ ഇന്ന് വരെ അറിയാതെ ഒത്തിരി ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്, ഇതിപ്പം ഗ്യാസ് ഇപ്പം വന്നതാണ്. എൻ്റെ കൂടെ ഒരു 2 സോക്സും വാങ്ങി. സോക്സ് എന്ന് വെച്ചാൽ കൂളിംഗ് സോക്സ് ആയത്, കാലിനിട്ട് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിരിക്കും. അത് സാധാരണ സോക്സ് അല്ല അത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഹിമാലയത്തിലുള്ള സമയത്ത് അവിടെയുള്ള ഒട്ടുമിക്ക സന്യാസിമാരും ഉപയോഗിക്കാറുണ്ട് ഇത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലഹരിയെ ഉപയോഗിച്ചിട്ട് നടക്കുന്ന കൂട്ടുള്ള കാര്യം പറഞ്ഞൊന്നും കാര്യമില്ല. യഥാർത്ഥ സന്യാസിമാരൊന്നും അങ്ങനെ ചെയ്യാറില്ലെന്ന് എൻ്റെ ഒരു മിനി സഞ്ചിയും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ള ഇത് എന്താണെന്നറിയോ, ഇത് നിങ്ങൾ പൊളിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇതിലും ബ്രാൻഡ് സാധനം 15,000 റുപ്യേൻ്റെ സാധനമായിരുന്നു വാങ്ങിയത്. അപ്പം അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, വലിയ പൈസ നഷ്ടപ്പെട്ടു പോയി. അത് കാരണം എന്ന് വെച്ചാൽ 15,000 റുപ്യേൻ്റെ അത്രയും ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയത്. അവിടുത്തെ ഇതാണ് രണ്ടാമത്തെ സാധനം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 17,000 റുപ്യ ഓളം 17,800 അങ്ങോട്ടും വരുന്നു. അത്രയും പൈസയുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമായിരുന്നു ഞാൻ പേലിക്കാട്ടിൽ കോഴിക്കോട് പോയിട്ട് വാങ്ങിയിട്ട് വന്നത്. അത്രയും മെനക്കെട്ട് കഷ്ടപ്പെട്ട് പോയിട്ട് വാങ്ങിയതാണ്. അതും എനിക്ക് ഒരാൾ സ്പോൺസർ തന്നൊന്നുമല്ല, അവർക്ക് പൈസ തിരികെ കൊടുക്കണം. ലോൺ എടുക്കാതെ അവർ തൽക്കാലം അവരെ കീശന്ന് എൻ്റെ യൂട്യൂബ് ഒന്ന് ഇതായിട്ട് കാണാനും എൻ്റെ യാത്ര തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനും പിന്നെ എൻ്റെ ഹെൽപ്പും മൈൻഡും എല്ലാം അവർക്ക് അറിയുന്നതുകൊണ്ട് അവർ എന്നെ സഹായിച്ചെന്ന് മാത്രം. അവരത്രയും ബുദ്ധിമുട്ടിയ സമയത്തും എന്നെ സഹായിക്കാൻ ആ ചേച്ചിയും ആ ഫാമിലിയും നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം എന്നെ ഒത്തിരി കാര്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ ബൂട്ടിൻ്റെ ആയാലും എൻ്റെ പിന്നെ സ്ലീപ്പിംഗ് ബാഗ് ആയാലും ടെൻ്റായാലും എല്ലാത്തിനും ഓരോ സഹായങ്ങളും ഓരോ ആളിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പം അതുപോലെ ഇതിപ്പം ഇതും ഒരാളിൽ നിന്ന് സഹായം എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ ഇതിപ്പം വാങ്ങിയത്. പൈസ കൊടുക്കണം, പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പം തൽക്കാലികം എനിക്ക് കിട്ടുമ്പം ഞാൻ കൊടുക്കുക. കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ എനിക്കിപ്പം സുഖമില്ലാണ്ട് ഞാൻ 1 മാസത്തോളം ഞാൻ കടന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ 1 മാസം കടന്നിട്ട് തന്നെ വലിയ പൈസ ചിലവായി. രണ്ടാമത് എനിക്ക് യാത്ര പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിപ്പോയി. ഒന്നത്. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബാക്ക് ചാനൽ എടുത്ത സമയം മുതലാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നത്. എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇനി അതിന് അതിതും പറയാൻ നിൽക്കൊന്നും വേണ്ട. എനിക്കുണ്ടായ ഒരു ഫീലാണ് ഞാൻ പറഞ്ഞത്. ബാക്ക് ചാനൽ കുറ്റം പറഞ്ഞൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ അസ്വസ്ഥതകളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇന്ന് വരെ ഇല്ലാത്ത ഒരു അസ്വസ്ഥത എനിക്ക് ചെറിയ എന്തിനു പറയണം, കുന്നത്തുപ്പാടി മല പോലും കയറുമ്പം
എനിക്ക് ശ്വാസം മുട്ടിയിട്ട് കയറാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരത്തെ പറഞ്ഞു. ആ വീഡിയോ യൂട്യൂബിൽ തന്നെ ഉണ്ട്, പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മുത്തപ്പൻ്റെ മലയാണ്. പിന്നെ ഇതെല്ലാം ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ രാജ്യത്ത് എൻ്റെ നാട്ടുകാർ, അങ്ങനെയാണ് എനിക്ക് പറയുന്നത്. എനിക്ക് എല്ലാ നാടും എൻ്റെ നാട് തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എൻ്റെ രാജ്യത്ത് എൻ്റെ നാട്ടുകാർ അവർ തരുന്ന സ്നേഹം, അവർ തരുന്ന ആ ഒരു എന്താ പറയുക കരുതൽ, കൂടെ നിൽക്കുന്നത്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത്രയും സ്നേഹമുള്ളവരുണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ ഈ ഇത്രയും ജനിച്ചിട്ട് ഈ സമയത്ത് അടുത്ത കാലത്ത്. കാരണം ഞാൻ ആരെയും സഹായം തേടാൻ പോയിട്ടുമില്ല, ഞാൻ ആരെയും സഹായം ഒരാളുടെ നിന്ന് ഭിക്ഷാന്തേഹി ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷെ അതെല്ലാം നമ്മളെ ലൈഫിൽ ഉണ്ടാവും, നമ്മളത് അനുഭവിക്കേണ്ടതായി വരും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗതികെട്ട സമയത്ത് പോലും നമ്മൾ ഒരാളത്ത് ഒരു 10 രൂപയ്ക്ക് കൈനീട്ടി അരുന്നിട്ടില്ല. പക്ഷെ ഇപ്പം നമുക്ക് എരുന്നേ മതിയാകും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കടായിപ്പോയി. ഈ ചെറിയ സമയം കൊണ്ട് ഒത്തിരി സ്ഥലത്ത് കടായിപ്പോയി. പക്ഷെ അവരെല്ലാം സ്നേഹം കൊണ്ടും അവരെന്നോട് ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഏകദേശം ഒരു 10-25,000 റുപ്യ ഈ ഒരു മാസം കൊണ്ട് സുഖലാതെ കടന്നപ്പം എനിക്കായിട്ടുണ്ട്. എൻ്റെ ഒരു ഐഫോൺ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഇത് അടച്ചുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ പൈസ പോലും അടച്ചിട്ടില്ല. ഇനിയിപ്പം അത് 2-ാം തീയതിയെ വരിക. അത് 2-ാം തീയതി അതിൻ്റെ ഇത് ഇനിയിപ്പം ബോണ്ടായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതിൻ്റെ പൈസ എക്സ്ട്രാ പൈസ അടക്കേണ്ടി ചെയ്യാൻ വരും. പിന്നെ അതിന് ശേഷം പിന്നെ ബുള്ളറ്റിൻ്റെ ലോണിൻ്റെ അത് 6-ാം തീയതി വരുന്നതാണ്. 6,000 റുപ്യോളം വരും. ഇത് ഏകദേശം 5,000 ചില റുപ്യോളം ഇതിനും വരും. അത് 6,000 ചില റുപ്യോളം വണ്ടീൻ്റെയും വരും. അപ്പം ഈ അടവ് അത്രത്തോളം വരുന്ന എൻ്റെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇതെല്ലാം അടക്കണ്ടിക്ക് ഞാൻ ഇതുപോലെ ഓടിയാലല്ലേ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചു, ചില കൂട്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, വേർപ്പിൻ്റെ അസുഖമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയാണ്. കാരണം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ വീട്ടിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ഈ യാത്രയെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മൊബൈലും കുത്തിയിരുന്നിട്ട് അതിലുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണെന്ന് ലോകം എന്ന് വെച്ചോ. അതല്ല, ഞാൻ അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം വെച്ചാൽ ഇതും ഒരു അധ്വാനം തന്നെയല്ലേ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എത്രയോ പേരുണ്ട്, ചാനലിൽ വർക്ക് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഏഷ്യാനെറ്റ്, റിപ്പോർട്ട് ചാനൽ, എല്ലാം ഇങ്ങനെയുള്ള ഒത്തിരി ചാനലുകൾ ഉണ്ട് ഇല്ലേ. അപ്പം വെച്ചാൽ അവരൊക്കെ ഇത് അധ്വാനിക്കല്ലേ. മനോരമ ചാനൽ, ഇവരെല്ലാം ഇതിൽ വർക്ക് ചെയ്യുന്ന കൂട്ടർ എത്രയോ വിദ്യാഭ്യാസം ജേർണലിസ്റ്റ് പഠിച്ചിട്ട് അവരൊക്കെ ഇതിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും അമ്പലത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഭിക്ഷാന്തഹിയായി ജീവിക്കണം എന്നാണ് ഈ പറഞ്ഞ വേർപ്പിൻ്റെ അസുഖമുള്ള കൂട്ടർ. ആ അസുഖമുള്ള കൂട്ടർക്കല്ലേ അങ്ങനെയുള്ള അസുഖമുള്ള കൂട്ടറെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കൂട്ടറെ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ എപ്പോഴും ഒരാളെ വിമർശിക്കുമ്പോൾ ഒരു വട്ടം ആലോചിക്കണം, എത്രത്തോളം കഷ്ടപ്പെട്ട്, എത്രത്തോളം സഹിച്ച്, വേദന സഹിച്ച്, എന്തെല്ലാം ഉപേക്ഷിച്ച്, അവരവരുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ വ്യക്തിയും മുന്നോട്ട് പോകുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ മാങ്ങയുള്ള മാവിൻ്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ കല്ലേറി. കാരണം എന്നെ കണ്ടപ്പോൾ ചിലപ്പോൾ ദഹിച്ചിട്ടുണ്ടാവില്ല. ഒരു സന്യാസിയാണെന്നോ ഒരു അഘോരിയാണെന്നോ എല്ലാം പറഞ്ഞപ്പോൾ ദഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നില്ല. പക്ഷെ അതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിലൊന്നും ഇത് പോയിട്ടുമില്ല, തീരുമില്ല. പക്ഷെ ഇപ്പം പറഞ്ഞെന്ന് മാത്രം. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ അയാളുടെ പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാവാം. നമ്മൾ ആരും ഇവിടെ പൂർണ്ണമാറൊന്നുമല്ല. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താക്കുകയെന്ന് വെച്ചാൽ ഒത്തൊരുമയോടുകൂടി ഈ രാജ്യത്ത്, നമ്മളിപ്പോൾ ഇന്ത്യയിലല്ല ഉള്ളത്, ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയും അതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തൊരുമയും സ്നേഹത്തോടു കൂടിയിട്ട് നമ്മൾ എത്ര കാലം ഭൂമിയിലുണ്ടാവുക, കുറേ കാലം കളിച്ചു തീർക്കും, കുറേ കാലം കാലിട്ടടിച്ച് തീർക്കും ആദ്യകാലം ഇല്ലേ. പിന്നെ കുറേ കാലം ആരൊക്കെ എടുത്ത് നടന്നു ചെയ്യും, കുറേ നമ്മളെ തീർത്തു. പിന്നെ കുറേ കാലം മുട്ട കഴിഞ്ഞ് അങ്ങനെ കുറേ കാലം തീർക്കും. പിന്നെ പിച്ച് വെച്ച് നടന്നിട്ട് കുറേ കാലം അങ്ങനെ തീർക്കും. അതിനുശേഷം ആരൊക്കെയോ പിടിച്ച് നടന്നിട്ട് നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെയാണ്. കാരണം വെച്ചാൽ ഒരു കഥയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുരങ്ങൻ്റെ സ്വഭാവം എന്നാ പറയാം. അതിന് മുകളിലും ചാടി, ഇതിന് മുകളിലും ചാടി, അങ്ങും ചാടി, ഇങ്ങും ചാടി. പിന്നെ പറയുന്നത് എന്താ, പിന്നെ സിംഹത്തിൻ്റെ സ്വഭാവം എന്നാ പറയാം. എന്നുവെച്ചാൽ എല്ലാത്തിനും ഫൈറ്റ് ചെയ്യാൻ കയറുക, എല്ലാവരും പേടിക്ക് കയറും. കുറച്ചും കൂടി ഓരോ കാലഘട്ടം കഴിയുന്നതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു 10-15 വയസ്സാകുമ്പോൾ നമ്മൾ സിംഹത്തിൻ്റെ സ്വഭാവം തുടങ്ങും. അതൊരു 10-25 വയസ്സ് വരെ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക.
അത് കഴിഞ്ഞാൽ പിന്നെന്താ ഈ പരുന്നിൻ്റെ സ്വഭാവമാണ്. ഉയരത്ത് പറക്കണം, ഉയരങ്ങളിൽ എത്തണം, പിന്നെ ഉയരങ്ങൾ കീഴടക്കണം, നല്ലോണം പൈസ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള ചിന്താഗതിയാണ്. അതായത് ഉയരത്തിലെത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുതേൻ്റെ അവസ്ഥയാണ്. ഉള്ള ഭാരങ്ങൾ അത്രയും ചുമന്ന് ഇങ്ങനെ നടക്കുക. കണ്ടിട്ടില്ലേ? ഉള്ള ബാണക്കെട്ട് പോലെ എല്ലാം ചുമത്ത് ഒന്നും മിണ്ടാതെ നടക്കുക. അത് കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്നത്. അതിനുശേഷം പിന്നെ നായൻ്റെ അവസ്ഥയാണ്. വീട്ടിലൊരു കാവലായിട്ട് ഇരിക്കുക ഇല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? വീട്ടിലൊരു കാവലായി ഇരുന്നതിന് ശേഷം എല്ലാവർക്കും വീട്ടിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി കാവലായിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെന്തായി? പിന്നെ നമുക്ക് മൂങ്ങേൻ്റെ അവസ്ഥയാണ്. ശ്രദ്ധിച്ചു നിങ്ങളത്? മൂങ്ങേൻ്റെ അവസ്ഥ എന്താ? അച്ഛാ ചായ കുടിച്ചാം, ചോറ് കഴിച്ചാം, നമ്മൾ പണിക്ക് പോന്നേ, ഇതാണ് അവസ്ഥ. അപ്പം മനുഷ്യഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ഒരുപാട് വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ശത്രു, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾ എൻ്റെ ശത്രുക്കളായിട്ട് നടക്കുന്നുണ്ട്. അറിയോ? ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ ചിലവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ചില മാർഗങ്ങൾ ആ അവസ്ഥയിൽ പറഞ്ഞു കൊടുക്കാൻ അറിയാതെ കൊണ്ട് പറ്റിപ്പോയ ഒത്തിരി തെറ്റുകൾ, അതൊക്കെ തെറ്റുകളാണെന്ന് മനസ്സിലാക്കി തിരുത്തി വന്നുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പോകേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണെന്ന് മനസ്സിലായ ശേഷം അത് പിന്തിരിഞ്ഞ് പോകുക എന്നുള്ള അടുത്താണ് നമ്മളെ വിജയം. അവിടെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും ഒക്കെ തീരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനുഷ്യനാവുക. എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കുക, എല്ലാവരും ചേർത്ത് പിടിക്കുക. എൻ്റെ ശീലമാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രയും ഈ ഒരു മാസം കടന്നു പോയപ്പോഴും എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. കുറേ ചാർലി, റോക്കി, പിന്നെ അവൻ്റെ ഒരുപാട് സുഹൃത്ത് നായ്ക്കൾ, അതൊക്കെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ആഹാരത്തിന് വരുന്ന ഒത്തിരി പൂച്ചകൾ, കാക്കകൾ, പക്ഷികൾ, ഇതൊക്കെ എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ അത്രയും ബുദ്ധിമുട്ടിപ്പോയി. അപ്പം എനിക്ക് നിങ്ങളിപ്പോൾ ഈ നിമിഷത്തിൽ എനിക്ക് ആഹാരം പോലുമില്ല, നിങ്ങളെ സഹായിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അല്ലാതെ നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ, വേർപ്പിൻ്റെ അസുഖം എല്ലാവർക്കും ഉണ്ട്, എനിക്ക് ഒരാൾക്ക് മാത്രമല്ല. അത് വിശർക്കാതെ വെച്ചാൽ പണിയെടുക്കാതെ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നാതെ. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള പണികൾ എടുക്കുന്നുണ്ടാവില്ല. വീട്ടിൽ കാലും വെച്ച് ഇരുന്നിട്ട് തിന്ന് ശീലിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വേർപ്പിൻ്റെ അസുഖം ഇല്ലാത്തത്. അധ്വാനിക്കുന്ന എല്ലാവർക്കും നല്ലോണം വേർപ്പുണ്ടാവും, അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെയുള്ള വാക്കുകൾ ആരെപ്പറ്റി എന്താണെന്ന് പറയുന്നത് കൂടി ആലോചിച്ചിട്ട് വേണം പറയാൻ. നമ്മളെല്ലാവരും ഒരു വിശ്വാസത്തിനുള്ളിൽ ജീവിക്കുന്നവരാണ്, എല്ലാവരും ഒരു വിശ്വാസികളാണ്. ഞാൻ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചു. ഞാൻ അതുകൊണ്ട് മറ്റുള്ള മതങ്ങളൊന്നും ഞാൻ നിഷേധിക്കാറില്ല. കാരണം എനിക്ക് എൻ്റെ യാത്രയിൽ പല ആളും എന്നെ സഹായിച്ചിട്ടുണ്ട്. മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മതത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, ജൈനമതത്തിലെ ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ മാറിപ്പോയതാണ്, നാവ് പഴിച്ചു പോയതാണ്, ജൈനമതത്തിലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധമതത്തിലുള്ളവരായിക്കോട്ടെ. അപ്പം ഇങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് ഓരോ സഹായങ്ങളും ആഹാരമായിട്ടും പല രീതിയിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സന്യാസിമാർന്നും ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്തോ നമ്മളെ ഇഷ്ടമാണ്, അത് എന്താണെന്നറിയില്ല, നമ്മളെന്തോ ഇഷ്ടം, നമ്മൾ ആ പെരുമാറ്റം കൊണ്ടായിരിക്കാം. എല്ലാം അങ്ങനെ വലിയ ഭാഷകളൊന്നും അറിയില്ല. 2 ഭാഷകൾ ചെറുങ്ങനെ അറിയാം. ഒന്ന് തമിഴ് കുറച്ച് അറിയാം, തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഒത്തിരി, അതുകൊണ്ട് തമിഴ് കുറച്ചറിയാം. ഹിന്ദി പറയുന്നതൊക്കെ കുറേ മനസ്സിലാവും, പക്ഷെ അങ്ങോട്ട് പറയാൻ പറ്റുന്ന നമ്മൾ മലയാളത്തിൽ നിന്ന് വന്ന് പെട്ടെന്ന് വീണ്ടും അതിലേക്ക് പോകുമ്പം ബുദ്ധിമുട്ടാവും. അവിടെ തന്നെ ആയിരുന്നെങ്കിൽ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ അറിയുന്നത് മലയാളമാണ്. ഇംഗ്ലീഷ് പിന്നെ പറയുന്നത് കുറേ അറിയാം, പക്ഷെ അങ്ങോട്ട് പറയാൻ വലിയ അറിവൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര ചെറിയ വിദ്യാഭ്യാസമേ ഉള്ളൂ, അതുകൊണ്ടാണ്. സംസ്കൃതം അറിയിച്ചാൽ അറിയാം, പക്ഷെ വെച്ചാൽ അത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയൂ. അത് ഗുരുകുലത്തിൽ നിന്ന് ഗുരുനാഥൻ പകർന്നു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിച്ച് ശീലമുള്ളൂ. കാരണം ഇതൊന്നും തുറന്നു പറയുന്ന ആവശ്യം, ഞാൻ എൻ്റെ ഒരു കുടുംബം പോലെ നിങ്ങളെ കാണുന്നതുകൊണ്ടും ഞാൻ എല്ലാവരും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും എല്ലാവരും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇറങ്ങിയ ഒരാളാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെയും ചേർത്ത് പിടിക്കുന്നു. ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഞാൻ ചില വീഡിയോ ഒക്കെ കാണിക്കാതെ കൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ പൈസ പിന്നെ അടിക്കാൻ എൻ്റെ ആഹാരത്തിൻ്റെയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ആർക്കെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്.
ചെറിയൊരു പൈസ എല്ലാം ആവുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ, അതൊരു അവരൊരു അപമാനിക്കുന്ന പോലെ ആവില്ല എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ്. അല്ലാതെ വലിയ പൈസ ഒരു 5000 10,000 കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ചെറിയൊരു പൈസ കൊടുക്കുന്നതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചിട്ട് ഒരു 1000 2000 കൊടുക്കുമ്പോൾ അത് അവരെ ഒന്നിനും കൊള്ളാതെ പോലെ ആക്കുന്ന നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് വേറൊന്നും ബേക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വലിയൊരു കടത്തിൻ്റെ തല മുകളിൽ വെച്ച് നടക്കുക. ഇനിയിപ്പോൾ നിങ്ങളെ ഹെൽപ്പും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഫാനും നോക്കേണ്ടി വരും ഞാൻ. കാരണം എഡിങ്കൊന്ന് പാളിച്ചാവുന്നു, എഡിങ്കൊന്ന് വീണ് പോയാൽ ഞാൻ 1 മാസം വീണപ്പം കണ്ടില്ലേ. അപ്പം ഞാനിപ്പം വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണിച്ചു തരാനാണ്. ഇനി രണ്ടാമത്തെ സാധനം, അടുത്ത സാധനം ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും വന്നത് കേട്ടോ. ഇത് ഞാൻ തുറന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എന്താ അതിൻ്റെ അവസ്ഥ എന്നറിയില്ല. ഇത് ഫേസ്ബുക്കിൽ പോയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതെന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ഒക്കെ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഇതിലെല്ലാം പോയി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട, നമുക്ക് റിട്ടേൺ ഇതെല്ലാം കിട്ടും. ഒരു മിനിറ്റ്. ഞാൻ ബ്ലൂ ആണ് ഓർഡർ ചെയ്തത്. ബ്ലൂ തന്നെയാന്ന് പറഞ്ഞത്. ഒരു കാറ്റലോഗ് പോലത്തെ ചെറിയൊരു ഇതുണ്ട്. ഇത് എന്തോ സ്കാനിങ് ചെയ്താൽ എന്തോ കിട്ടും തോന്നുന്നു. നോക്കാം നമുക്ക്. പിന്നെ ഇത് ചെറിയ ഒരു തലങ്ങാണിൻ്റെ ഒരു ഇതാണ് കേട്ടോ. തലക്കൊത്തിന് ഒരു തലങ്ങാണി പോലത്തെ സാധനമാണ്. ഇത് എയർ ഊതിയിട്ട് നമ്മൾ നടക്കേണ്ടതാണ്. ഇതെന്നാന്നല്ലേ, ഇത് സ്ലീപ്പിംഗ് ബാഗാണ്. ഞാൻ പറഞ്ഞില്ലേ, വാക്സിനേഷൻ ശേഷം മുതലേ എനിക്ക് താങ്ങുന്നില്ല. നല്ല കവറാണ് കേട്ടോ, നല്ല കവറ് സംഭവങ്ങളാണ്. കണ്ടില്ല, സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതാണ് എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദന ഉണ്ടാക്കി. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് പിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവരാണ് ബ്രാൻഡ്, ഇവരുടെ സാധനമാണ്. ഇതാ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരെ ഈ കമ്പനിയാണ്. നല്ല ഉത്തരവാദിത്തപ്പെട്ട ടീമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പൈസ എന്ന് വെച്ചാൽ ചെറിയ പൈസയേ ഉള്ളൂ. ഇത് 1000 ചില്ലറ രൂപയേ ഉള്ളൂ ഇതിന് കേട്ടോ. ഞാൻ താൽക്കാലികമായിട്ട് വാങ്ങിയതാണ്. ഇതിപ്പോൾ എൻ്റെ തൽക്കാലം കേരളത്തിലുള്ള യാത്രയിൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ്. നോർത്ത് ഇന്ത്യയിൽ പോകുമ്പം ചിലപ്പോൾ നമുക്ക് ഇത് പോരായ്മ വരും. ഇനി അഥവാ വേറെ ഒന്നും വാങ്ങണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഇത് കഴിക്കുന്നതും തുറക്കുന്നതെന്നല്ല ഇപ്പോൾ പ്രശ്നം. ഇതിന് മടക്കി ഇതിനുള്ളിൽ കയറ്റിട്ടാണ് പ്രശ്നം. ഞാനിപ്പം വരാം, ഇത് മടക്കട്ടെ. ഇത് എടുത്ത് കുലുങ്ങിയ പോലെയായി. കാരണം എടുത്ത് പുറത്തിട്ടപ്പോൾ ഇത് ഏതായാലും തുറന്ന് കാണിച്ചു തന്നു. ഇനിയിപ്പം കുഴപ്പമില്ലല്ലോ, കണ്ടില്ല. ഇത് ഇതിൻ്റെ ഒരു ഭാഗം കളറാണ്, കണ്ടില്ല. ഇതേ കൂടിയാണ് കാല് വേദിയിനുള്ളിൽ കടക്കുക. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മുമ്പിട്ട്, അത് ലോക്കൽ സാധനമാണ്. ഞാൻ അന്ന് ഹിമാലയത്തിൽ നിന്ന് വാങ്ങിയത് തന്നെയായിരുന്നു. അവിടുത്തെ കാലാവസ്ഥക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അത് അവിടെ തന്നെ ഞാൻ ഒരു യോഗിക്ക് കൊടുത്തിട്ട് വരുമായിരുന്നു. ഞാൻ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം ഞാൻ പോയിട്ട് എല്ലാവിടെ കൊടുത്തതാണ്. ഇത് സിപ്പാണ് കേട്ടോ. ഇത് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് കടക്ക് പോലെയായിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ 2 സിബുണ്ട് ഇനി വരുന്നു. ഏതായാലും ഇത്രയും പേര് എത്തിയില്ലേ. ഇതിങ്ങനെ ഒട്ടിക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ല, നല്ല അടിപൊളി സാധനം. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ധൈര്യത്തിൽ ഈ കമ്പനീനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ
റിട്ടേൺ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ എൻ്റെ മോയെ സംസു, ഞാൻ അങ്ങനെ വിളിക്കല്ലേ, അവൻ്റെ ശരിക്കും വേറെന്തോ പേരുണ്ട്. മോയെ പിന്നെ എൻ്റെ അവസ്ഥ അറിയുന്നതുകൊണ്ട് മോയൻ നല്ലത് തന്നെയാണെന്നെല്ലാം എനിക്ക് ചെയ്തു തന്നു. ഓക്കെ, നമ്മളെപ്പോഴും കുറ്റവും കുറവും ഒരാളെ പറ്റി മോശമായിട്ട് പറയുമ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെവിടെയാ എങ്ങനെയാ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് അമർനാഥിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പറഞ്ഞുതരാം. ഇത് വേറൊന്നും വെച്ച് പറയുന്നല്ല. അമർനാഥിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ കുതിരയിൽ കൊണ്ടുപോകുന്നത്, അതായത് കുതിരേൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഓവർ കഴുതേൻ്റെ മുകളിലോ നമ്മളെ കൊണ്ടുപോകുന്നത് മുസ്ലിം സഹോദരന്മാരാണ്. അതായിരിക്കും അറിയാം. ഒന്നത്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവിടെ പോകുന്ന വഴിക്കൊക്കെ ചായക്കടി അത് ഇതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കച്ചവടം നടത്തുന്നതും ഹിന്ദുക്കളല്ല, മുസ്ലിം സഹോദരന്മാരാണ്. നമ്മളെ ചേർത്ത് പിടിച്ച് നമുക്ക് വേണ്ടുന്ന, ഇനി പൈസ ഇല്ലെങ്കിൽ സാരില്ല പോയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, കാരണം അത്രയും താഴേന്ന് കഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ടുവന്നു. നിങ്ങൾ വയ്ക്കുമ്പോഴത്തെ ചെറിയ സ്ഥലത്തല്ല ഇത്, 16 കിലോമീറ്ററാണ് വരിക. അതിൽ പറയുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പം പോകുമ്പോൾ 16 അല്ല, പിന്നെ ഏകദേശം ഇത് അളന്നു പിടിച്ചിട്ടൊന്നും പോകുന്നൊന്നുമല്ലല്ലോ, ഏകദേശം ഒരു കണക്ക് പറയുന്നതായിരിക്കാം. പിന്നെ പരമ്പരാഗത വഴിയിലെ കൂടി അമർനാഥിലൊക്കെ അതേ പറയുന്നത്. പരമ്പരാഗത വഴിയില്ല, ഇത് ഇപ്പം അടുത്ത് വന്ന വഴികളിൽ കൂടിയുള്ള കാര്യമാണ്. മറ്റേതാകുമ്പോൾ 3 ദിവസം വേണം. പണ്ട് കാലത്ത് പോകുന്നത്, ഞാൻ ആദ്യ കാലത്ത് പോയത് 3 ദിവസം വേണം. 2 രാത്രിയും 1 പകലാണ് എനിക്കായത് മുമ്പിട്ട് പോയപ്പോൾ, പഴയ വഴിയിൽ കൂടി പോയപ്പോൾ. പുതിയ വഴിയിൽ കൂടി പോയപ്പോൾ ഞാൻ രാവിലെ 5 മണിക്ക് ഇറങ്ങി, അമൃത്സറിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് പിന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ 2 മണിയാണ് ഉച്ചക്ക്. കുതിരയുടെ മുകളിൽ തന്നെയായിരുന്നു പോയത്. ആദ്യമെല്ലാം കുതിരയിൽ മുമ്പോട്ടൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ, ഈ ബാഗ്സ് അടിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അപ്പം അമൃതാൽ പോകുമ്പം ബാഗ്സ് അടിച്ചിട്ടൊന്നുമില്ല. അമൃതാലിൽ പോകുമ്പം അമൃതാല് കൊറോണക്ക് മുമ്പിട്ട് പോയതാണ്. എന്നിട്ട് നല്ല മഴ ഇവിടെ കണ്ണൂര് ഇനിയുണ്ട്, മഴയെല്ലാം വരാനുണ്ട്. അപ്പം കുറേ വിഷമങ്ങളെല്ലാം ഉണ്ട്. ശ്രദ്ധിക്കുക, വെള്ളക്കെട്ടുകളുള്ള സ്ഥലത്തേക്കൊന്നും പോവാതിരിക്കുക. വാഹനം റോഡിലെ കൂടി പൊട്ടിച്ച് പോകുമ്പം നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ അപകടങ്ങളും നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. എൻ്റെ സഹോദരന്മാർ അല്ലേ, എൻ്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ സുരക്ഷിതമായി സന്തോഷകരമായി ഇരിക്കണം എന്ന് വെച്ച് പറയുന്നതാണ് ഒരുക്കി, അല്ലാതെ വേറൊന്നും കൊണ്ടൊന്നല്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചായക്കട നടത്തുന്നതെല്ലാം ഇങ്ങനെയുള്ള സഹോദരന്മാരാണ്. അപ്പം ഞാൻ അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാം, എൻ്റെ കയ്യിൽ യാത്രക്കുള്ള കാശ് മാത്രമേ ഉള്ളൂ. അപ്പം അത് തന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ചായയും ഒന്നും കടി തരണം. ഒന്നും പറഞ്ഞില്ല. ആ മുസ്ലിം സഹോദരൻ വേഗം പോയിട്ട് എന്ത് ചെയ്തു, എനിക്ക് വേണ്ടുന്ന ആഹാരം ചപ്പാത്തിയായിരുന്നു ഉണ്ടായത്. അതും പിന്നെ അവിടുത്തെ ഒരു സാൾട്ട്, അതായത് നമ്മൾ ഇടുന്ന എന്തോ ഒരു ഡിഷ് അത് തന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുന്നതാരോ, നിങ്ങൾ മതിയോ, ഇനി വേണം? ഞാൻ 4 ചപ്പാത്തി തിന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുന്നത് മതിയോ, ഇനി വേണം? പിന്നെ രണ്ടെണ്ണം കൂടി. നമ്മൾ അയ്യോ എനിക്ക് കൂടുതലൂടി തിന്ന് ഭക്ഷണം കഴിക്കുന്നു, കാവെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ പിന്നെയും 2 കഴിച്ചു. എന്നിട്ട് എന്നോട് കഴിക്കുന്നത് ഇനിയും വേണം, നിങ്ങളെ വിശപ്പ് കെടുത്തിട്ട് എനിക്ക് കച്ചവടം മതി എന്നാ പറഞ്ഞേ. എനിക്ക് ശരിക്കും കണ്ണിന്ന് കുളിരാ വെള്ളം വന്നുപോയി. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ 500 ഉറുപ്പിക എടുത്ത് അയാളെ കൈ കൊടുത്തു. എന്തിനാ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തം വിശന്നിട്ട് വന്നിട്ട് എനിക്ക് തരുമോ ചോദിച്ചപ്പോൾ ആ കാണിച്ച മനസ്സില്ലേ, അയാൾക്ക് 500 ഉറുപ്പിക കൊടുക്കാനൊന്നും അല്ല ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത്, അതാ ശരിക്കും എനിക്ക് പറയുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുവാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് അയാളോട് വെറുതെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാനത് സോറി ഒന്നും കേൾക്കില്ല. അയാൾ എന്നോട് അതിന് ചേർത്ത് പിടിച്ച് പറഞ്ഞു. എന്നിട്ട് 500 ഉറുപ്പിക കൊടുക്കാൻ വേറെയും കാരണമുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, തിരിച്ച് ബസ്സിന് പോവാൻ, വാഹനത്തിന് പോകാൻ വേണ്ടി കാശുണ്ടോ, എവിടെയാ കിടക്കുക, അതിനുള്ള സൗകര്യങ്ങളുണ്ടോ?
ഞാൻ പറഞ്ഞു ഞാൻ ഭഗവാനെ കാണാൻ വന്നതാണ്. അത് കണ്ടോളൂ, കുഴപ്പമില്ല, കണ്ടോളൂ, പോസിറ്റീവ് ആയി, പോസിറ്റീവ് സ്ഥലം കാണേണ്ടതാണ്. ആദ്യമായിട്ടാണോ? ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ്. അയാൾ പറഞ്ഞു എന്നോട് ഒരു 500 ഉറുപ്പിക എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇതാടെ വെക്ക്, വാഹനത്തിന് പോകാൻ നിങ്ങൾക്ക് കാശ് വേണ്ട. എവിടെ? കേരളത്തിൽ നിന്ന് കേരളക്കാരിൽ എന്താ ബഹുമാനം എന്നറിയോ, എന്താ സ്നേഹം എന്നറിയോ. കേരളക്കാരനെന്ന് പറയുമ്പോൾ ഓ മൈ ഗോഡ് വാട്ട് കൺട്രി എന്നെല്ലാം പറഞ്ഞിട്ട് ബാമ്പം പറഞ്ഞാൽ ഒരു വയസ്സായ ചെറുപ്പക്കാരനാണ്. ഇത് ഒരു ചെറുപ്പക്കാരനാന്ന് നന്ന വയസ്സായ ആൾക്കാരെന്ന് ഒരു 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്നെ ഇത്രയും ചേർത്ത് പിടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ. അപ്പൊ ഞാനെന്താക്കി, പിന്നെ ഞാൻ അദ്ദേഹത്തിന് വേഗം എന്താക്കി 500 ഉറുപ്പിക എടുത്ത് ഞാൻ അങ്ങോട്ട് കൊടുത്തു. അയാൾ പറഞ്ഞേ പൈസ ഉണ്ട് കയ്യിൽ. ഞാൻ പറഞ്ഞേ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ നിങ്ങളെന്നെ സഹായിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്, ഞാനിങ്ങനെ ഒരാളാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവരുടെ കാലിന് തൊട്ട് ഏൽപ്പിച്ച് ബാബാജി എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചു. കാരണം 5 നേരം നിസ്കരിക്കുന്ന നല്ലൊരു മുസൽമാനാണെന്ന് എനിക്ക് അവിടുന്ന് മനസ്സിലായി. കാരണം വെച്ചാൽ അയാൾ എൻ്റെ ജീവിത അനുഭവമാണ് പറയുന്നത്, ഇനി പൊങ്കാലിടാൻ വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ എനിക്ക് ഉള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാനെന്താക്കി, അദ്ദേഹത്തിന് 500 ഉറുപ്പിക അദ്ദേഹം വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു കയ്യിൽ വെച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സക്കാത്ത് തന്നതാണ്, അതുകൊണ്ട് അത് പഠിച്ചവൻ എന്നോട് കൊടുക്കില്ല, അത് പഠിച്ചവൻ എനിക്ക് മറ്റൊരു വഴിയിൽ കൊടുത്തില്ല. അയാൾ എൻ്റെ അടുത്ത് പൈസ വാങ്ങിയില്ല. ഞാൻ 500 ഉറുപ്പിക മടക്കിയിട്ട് അയാളെ കൈ കൊടുത്തല്ലോ, അത് അയാൾ വാങ്ങിയില്ല. അയാൾക്ക് മനസ്സിലായി ഞാനൊരു പാവാന്ന്, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ എൻ്റെ ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ കുതിരയിൽ വീണ്ടും യാത്ര കൊടുത്തു. അങ്ങനെ 3 സ്ഥലത്ത് വായുസഞ്ചാരമില്ലാത്ത സ്ഥലവും അമർന്നാഥ്. അങ്ങനെ എൻ്റെ മുന്നിൽ നിന്നാണ് കുതിരേൻ്റെ മുകളിൽ നിന്ന് പടഞ്ഞു വീണ് മരിച്ചതും, പിന്നെ താഴെ കൊക്കയിൽ കുതിര വീണിട്ട് കിടക്കുന്നത് കാണാം. സിന്ധു നദിയാണ് അതിലേക്ക് ഒഴുകിപ്പോ. അങ്ങനെ അവിടെ അമർനാഥില് പ്രസാദം വെക്കുന്ന ഒക്കെ മുസ്ലിം സഹോദരന്മാരാണ്. കാരണം അവർക്കും അതിൻ്റെ ഒരു അവകാശം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന 3 ഭാഗങ്ങളാണ്. അതായത് ഒന്ന് ലിംഗമാണ്, ശിവലിംഗമായിട്ട് ഒരു ഐസ് രൂപത്തിൽ നമ്മൾ ചിത്രത്തിലൊക്കെ കാണാം. പിന്നെ ഒരു ഗണേശൻ്റെ ഒരു സൈഡിൽ തന്നെ ഗണേശൻ്റെ ഒരു ഇത് കാണാം, ഐസിൻ്റെ ഇത് കാണാം. തൊട്ടപ്പുറം ഗൗരീശങ്കരൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐസിൻ്റെ ഇതും കാണാം. അത് ഒരു 6 മാസം അങ്ങനെ അങ്ങനത്തെ അത് ഉണ്ടാവുമല്ലോ. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. അല്ല പഠിച്ചതാണ്, മറന്നുപോയിട്ടാന്നേ, വേറൊന്നും ബേക്കണ്ട. എല്ലാം അതിനെപ്പറ്റി മനസ്സിലാക്കി എല്ലാം ചെയ്തതാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ യൂട്യൂബിലേക്ക് കൂടി യാത്ര പോകുന്നതും ഞാൻ മറന്നുപോയാലും ആ പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ സഞ്ചരിച്ച വഴികൾ നിങ്ങളും ആ യാത്രയിൽ പങ്കുചേർന്ന് കണ്ടോട്ടെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ കിണർ കൈലാസം, പിന്നെ ആദ്യ കൈലാസം, മാനസരോവര കൈലാസത്തിൽ മാത്രമേ പോകാൻ കഴിയാണ്ടായിട്ടുള്ളൂ. ബാക്കി 4 കൈലാസങ്ങളിലും ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകുമ്പോൾ അവിടുത്തെ പെർമിഷൻ ക്യാൻസലായിപ്പോയി, അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ടുള്ള ഒരു ആഗ്രഹം കൂടി ഇതുകൊണ്ടാണ് ഞാൻ യാത്ര തുടങ്ങിയത്. ഞാൻ 2 കൈലാസം, ശ്രീകണ്ഠേശ്വര കൈലാസവും പിന്നെ കിന്നർ കൈലാസവും യാത്ര പോയിട്ടുണ്ട്. പക്ഷെ മാനസരോവര കൈലാസം, മണികർണ കൈലാസം, ആദ്യ കൈലാസം ഇവിടെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് കാണാനുള്ള ഒരു ആഗ്രഹവും കൊതിയും കൊണ്ടാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഞാൻ ഈ വേഷത്തിൽ ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത്. വേഷം കെട്ടിയതല്ല, ഞാൻ എൻ്റെ ആചാരവിധി പ്രകാരം ഈ വസ്ത്രമൊക്കെ അവിടുത്തെ ആ കാലാവസ്ഥയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഒരു വസ്ത്രം ധരിക്കണമല്ലോ നിങ്ങൾക്ക്. ഞാൻ നഗ്നമായി കണ്ടു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് മരത്തിന് കെട്ടിയിടൂലേ നിങ്ങൾ. ഞാൻ നാഗസന്യാസിൻ്റെ അവസ്ഥയിൽ ഈ കണ്ണൂരിൽ കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും എന്നെ വെറുതെ വിടും. മറിച്ച് നോർത്ത് ഇന്ത്യയിലെയും കാര്യമൊന്നും ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ബുദ്ധിജീവികളെ നാടായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. പിടിച്ച മരത്തും കഴിച്ചിട്ട് പിന്നെ ഓൻ്റെ അത് ഇതൊക്കെ കാണിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്ക് പോസ്കോ കേസും പ്രശ്നവും അത് ഇതൊക്കെ എന്നെ പിടിച്ച് മരത്തിനിട്ട് ജയിലിൽ കൊണ്ടിടുന്ന നാടായി. ഇന്ത്യയിൽ തന്നെയാണ് ഈ സ്ഥലം. ഈ പറഞ്ഞ അങ്ങും ഇതും എല്ലാം ഇന്ത്യയിൽ തന്നെയാണ്. വേറെ വേറെ സംസ്ഥാനം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എവിടെ പോയാലും അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഇത് നിസ്സാരമാണ്. അവർക്കൊന്നും ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. ഗുജറാത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഉണ്ടാവും ഇഷ്ടംപോലെ സന്യാസം ഇറങ്ങിയുള്ള പോകുന്നതെല്ലാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എത്രയോ കണ്ടിട്ടുണ്ട്. ഗുജറാത്തിൽ നമുക്ക് കാണാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. ഗുജറാത്തിൽ ഒരുപാട് ഗാന്ധിൻ്റെ മന്ദിരം, ഗാന്ധി നിന്ന മന്ദിരമൊക്കെ ഉണ്ട് കാണാൻ.
പിന്നെ ദ്വാരക, വൃന്ദാവനം, ഇതൊക്കെ കാണാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഞാൻ കാണിച്ചു തരും. വേറെ ജീവനോടെ ഉണ്ടെങ്കിൽ, ഭാഗ്യം ഉണ്ടെങ്കിൽ അത്രേ എനിക്ക് പറയാൻ പറ്റും. മനുഷ്യൻ്റെ കാര്യമാണ്. ഞാനൊരു യാത്ര തിരിച്ച് വരാതിരിക്കാനുള്ള യാത്രയാണ്. ഇത് എൻ്റെ ഈ യാത്രയിൽ കൂടി ഞാൻ പോവുകയാണ്. എവിടുന്നാണോ ഞാൻ വന്നിരിക്കുന്നത് അവിടത്തേക്ക് എന്നെ മടക്ക യാത്രയാണ്. കൂടെ പോകുമ്പം ശ്രീരാമകൃഷ്ണ പരമസർ പറഞ്ഞ പോലെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പം തിരുവഴിക്കുമ്പോഴും വിശിവശുമ്പോ ശിവൻ അവിടെ എത്തിയപ്പം പരമഹംസരോട് ചോദിച്ചു, ശ്രീരാമകൃഷ്ണനോട് ചോദിച്ചു, അല്ലയോ രാമ, നിന്റെ കൂടെ കുറേ ആളെ കണ്ടിരുന്നല്ലോ, അവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു. അവരൊക്കെ ഓരോ വഴിക്കുന്ന ഓരോ സാധനം കിട്ടിയപ്പോൾ അവരൊക്കെ അങ്ങ് പോയി. കാരണം മതം വളർത്താൻ വേണ്ടി വന്ന കൂട്ടരും മതം വളർത്തലായി. ഇപ്പം എല്ലാവരും ഓരോ അവസ്ഥയിലാണ്. അതൊന്നും ഞാൻ പറഞ്ഞ് അത് ഒരു വിമർശനം വെക്കാൻ ഭയം ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരാൾ കാരണം ഒരു മതത്തിനെയോ മോശമായി ചിത്രീകരിച്ച് കാണാനോ അതിനെ പറയാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ ഒരു ഭയം എന്നിൽ നിന്ന് അങ്ങനെ ഉണ്ടാവരുത്. എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി ആഗ്രഹിച്ച് ഞാൻ ഒരാളെ മോശമായി പറയരുത്. എല്ലാവരും സന്തോഷകരമായി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സന്തോഷകരമായി നിങ്ങളെല്ലാം ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ആരും വേദനിക്കരുത്, ആരും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ആയിപ്പോകരുത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നല്ല പാർപ്പിടം, നല്ല വിദ്യാഭ്യാസം, നല്ല വസ്ത്രം, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണം. നല്ല അറിവ് ലഭിക്കണം. പിന്നെ നല്ല ജോലി ലഭിക്കണം. നല്ല ഭാര്യമാരെ, അല്ലെങ്കിൽ നല്ല ഭർത്താക്കന്മാരെ, നല്ല കുഞ്ഞുങ്ങളെ, നല്ല അച്ഛനമ്മമാരെ, കയറി ചെല്ലുന്നിടത്തും അങ്ങനത്തെ അച്ഛനമ്മമാരെ ലഭിക്കണം. അങ്ങനെയുള്ള എല്ലാം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സന്തോഷമായി, ഹാപ്പിയായി, പട്ടിണിയില്ലാതെ, ദാരിദ്ര്യമില്ലാതെ ഹാപ്പിയായി ജീവിക്കണം. കാരണം ഒരു ഉക്രൈനിലുള്ള പോലെ ഒരു ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ചാടിത്തരുന്ന റൊട്ടി മാത്രമേ നമുക്ക് ഉണ്ടാവും, ബ്രെഡ്, അത് മാത്രമേ ചിലപ്പോൾ നമുക്ക് കഴിക്കും. ചിലപ്പം അതുപോലും ചിലപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ കടികൂടേണ്ട സമയം കാത്തിരിക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് ഇപ്പം ഒന്നും വേണ്ട. ഇപ്പം മുണ്ടങ്കയിലും ചുരുൾമലയൊക്കെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? എത്ര നല്ല ലാവിഷായി ജീവിച്ചു കൂട്ടവരെല്ലാം. അവർക്കൊക്കെ എന്താ സംഭവിച്ചത്? അതുപോലെ അവരെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ കേരളീയർ ഒരു ഒത്തൊരുമയും സ്നേഹവും അവരെ കരുതലും അവരെ തളർത്താതെ പിടിച്ചു നിർത്തി. പക്ഷേ ഇനി